കോഴിക്കോട് പൂനൂർ പുഴയുടെ തീരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടൊഴിയാത്തത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമാകുന്നു. പൂളക്കടവ് ഭാഗത്തേക്കുൾപ്പെടെ വലിയ തോതിലാണ് മാലിന്യങ്ങൾ ഒഴുകിയെത്തിയത്. പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാത്തതാണ് ഒഴുക്ക് തടസ്സപ്പെട്ട വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2018 പ്രളയകാലത്താണ് ഇത്രയും ദിവസം നീണ്ടുനിൽക്കുന്ന വെള്ളക്കെട്ടുണ്ടായത്. KT വിബീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് വലിയ ശമനമുണ്ട്. എന്നാൽ പൂനൂർ പുഴ കര കവിഞ്ഞതിൻ്റെ പ്രതിസന്ധി ഒഴിയാത്തതാണ് ആളുകളെ വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നത്. പൂനൂർ പുഴയുടെ തീരപ്രദേശങ്ങളാകെ ഇപ്പോഴും വെള്ളക്കെട്ടിനടിയിൽ തന്നെയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ തോതിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പൂളക്കടവ് പ്രദേശത്താണ്. പൂളക്കടവ് പ്രദേശം ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പറമ്പിൽ ബസാറിലേക്കുള്ള വഴിയിൽ പൂർണ്ണമായും വെള്ളം രൂപപ്പെട്ട് കഴിഞ്ഞു. 4 ദിവസമായി ഈ ഭാഗത്ത് ഇതേ അവസ്ഥയിൽ തന്നെ വെള്ളം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മാലിന്യങ്ങളും വലിയ തോതിലാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ആളുകളാകെ റോഡിലേക്കടക്കം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പല ഭാഗത്തു നിന്നും അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് അടക്കമുള്ളവയാണ് ഇങ്ങോട്ടേക്ക് അടിഞ്ഞുകൂടിയത്. ഈ വെള്ളം ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ വരുമ്പോഴേക്കും ഇവിടെ മാലിന്യങ്ങൾ പൂർണ്ണമായും ഇവിടെ റോഡിൽ തന്നെ കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇത് പൂളക്കടവ് പള്ളിയാണ്, ബദ്രിയ ജുമാ മസ്ജിദ്. ഈ പള്ളിക്കകത്തേക്ക് എത്രമാത്രം മാലിന്യം അടക്കം ഉള്ളവ ഒഴുകിയെത്തി എന്ന് കണ്ടാൽ തന്നെ ഈ നാടിൻ്റെ ഏതാണ്ട് ഒരു അവസ്ഥ പൊതുവിൽ മനസ്സിലാകും. ഇപ്പോൾ ഇവിടുത്തെ ആളുകളാകെ ഈ പള്ളി ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് പള്ളിയുടെ പ്രാർത്ഥനാ മുറിയിലേക്കടക്കം വലിയ തോതിലാണ് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഒഴുകിയെത്തിയിരിക്കുന്നത്. ഏതാണ്ട് അരഭാഗത്തോളം ഇവിടെ വെള്ളമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൽ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. ഇവിടുത്തെ കിണറടക്കമുള്ളവ, ഇതാണ് പള്ളിയുടെ തൊട്ടുമുറ്റത്ത് തന്നെയുള്ള കിണർ. ഈ കിണറിലേക്കടക്കം പൂർണ്ണമായും മാലിന്യങ്ങൾ വന്നുകൂടിയത് നമുക്ക് കാണാൻ കഴിയും. പുഴയിലൂടെ അടക്കം ഒലിച്ചു വന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. എങ്ങനെയാണ് മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് എത്തുന്ന സ്ഥിതി ഉണ്ടായത്? പൂർണ്ണമായും മാലിന്യങ്ങളായി, പള്ളിക്കകത്ത് വരെ മാലിന്യങ്ങളായി, നിറഞ്ഞ മാലിന്യങ്ങളായിരുന്നു. അത് നീക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിക്കകത്ത് പുള്ള് നീക്കി, ഇനി പുറത്തുള്ളതുണ്ട്. വെള്ളം പൂർണ്ണമായി നീങ്ങിയാലേ പുള്ള ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. 2018 ശേഷം ഇങ്ങനത്തെ വെള്ളപ്പൊക്കം ആദ്യമായിട്ടാണ്. അല്ലാണ്ട് അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്തായാലും ഇവിടെ വരെയൊക്കെ കയറലുണ്ട്. പക്ഷെ ഇത്രയും കൂടുതലായിട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത്രയും സമയം ഈ വെള്ളക്കെട്ട് നിൽക്കലില്ല, ഒഴിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. ഞങ്ങളുടെ ഒരാൾക്കും മേലെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2 ഫൂട്ടൊക്കെ ഉള്ളൂ വെള്ളം താന്നിട്ടുള്ളൂ. അതായത് ഇത്ര ദിവസം കൊണ്ട് 2 ഫൂട്ടേക്ക് കുറഞ്ഞിട്ടുള്ളൂ. മണലെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു ഏക പോംവഴിയുള്ളത്. അതായത് പുഴ തൂർന്നുകൊണ്ടിരിക്കുകയാണ്. മണലിപ്പോൾ കുറേ കാലങ്ങളായിട്ട് മണലെടുക്കുന്നില്ലല്ലോ. മണലെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരുവിധം ഒരു പരിധി വരെ പരിഹാരത്തിന് വലിയൊരു വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ 2 ദിവസം മുന്നേ വീടുകളിൽ പോയി സാധനങ്ങളൊക്കെ മാറ്റി കൊടുത്തതും ആളുകൾ ഒഴിപ്പിച്ചതും ഒക്കെയാണ് ഇവിടെ. പക്ഷേ ഇതിപ്പോൾ ഈ വെള്ളം കയറ്റം 2-3-4 ദിവസമായിട്ട് ഇപ്പോൾ നിന്നു, വെള്ളം ഇറങ്ങാതായി. ഇപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ ശേഷമാണ് കുറച്ചെങ്കിലും വെള്ളം ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. മുഴുവൻ മാലിന്യങ്ങളും ഇങ്ങോട്ടേക്ക് വന്നു ഈ ഭാഗത്ത് ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങളെ അടക്കം ആളുകൾ വലിയ തോതിലാണ് ഭയപ്പെടുന്നത്. ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ട് വേണം മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനെന്നും ആളുകൾ പറയുന്നു. KC ജിജീഷിനൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.